ഹലോ ഗായ്സ്, എല്ലാവരും എന്തു പറയുന്നു? ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു വീഡിയോ ആണ്. ഞങ്ങളെല്ലാവരും കൂടിയൊരു ദിവസം. കുറേ നാളായിട്ടോ എൻ്റെ ബ്രദറൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഫുള്ളായിട്ട് അടിച്ചു പൊളിച്ച ഒരു ദിവസം തന്നെയാണ്. ഞങ്ങളിന്ന് പോയ കാഴ്ചകളും അതേപോലെ ഞങ്ങൾ എൻജോയ് ചെയ്ത മൂമെൻറ്റ്സും ഇതെല്ലാം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ കുറച്ച് ലോങ് വീഡിയോ ആയിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു മെമ്മറിയാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടെ ഈ വീഡിയോ എൻജോയ് ചെയ്യും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് യുവർ വാല്യുബിൾ സജഷൻസ്. Please like, share, subscribe and comment. More for chance. Like, share, subscribe, more for charms. Yay! അങ്ങനെ പറഞ്ഞ Please like, share and subscribe. അപ്പോൾ എല്ലാവരും വന്നിട്ട് മോർ ഫോർ ചാൻസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറച്ച് കൊച്ചു ഷോർട്സൊക്കെ കണ്ടില്ലേ, അത് ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയി എൻജോയ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇനി വാ നമുക്ക് നമ്മളുടെ വീട്ടിലേക്ക് പോയിട്ട് വരാം. നമ്മുടെ വീട്ടിൽ ഇന്നത്തെ സ്പെഷ്യൽസ് എൻ്റെ വക കുറച്ച് പ്രിപ്പറേഷൻ ആയിരുന്നു കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കിയത് മട്ടൻ വിത്ത് പൊട്ടാറ്റോ കറി ആൻഡ് ചിക്കൻ ഫ്രൈ ആൻഡ് ദെൻ കുറച്ച് ഫ്രൈഡ് റൈസും പിന്നെ റൈത്തയും സാലഡ്സും ഒക്കെയാണ് ഞാനിന്ന് ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പോൾ ആഫ്റ്റർനൂൺ ആയപ്പോഴേക്കും എൻ്റെ ബ്രദറും ഫാമിലിയും അതേപോലെ അർജുനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് നേരെ സിബിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് സരിതേച്ചിനെയും ദേവുവിനെയും പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിന്ന് കറങ്ങാൻ പോയത്. അപ്പോൾ വഴിയെ നമ്മൾ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. സോ അതിൽ മുന്നുണ്ടായ സംഭവങ്ങൾ കുറച്ച് വ്യൂസാണിത്. അളിയന്മാർ തമ്മിലുള്ള സീക്രട്ടാണ് ഗൈസ്, സീക്രട്ട്. ആ സീക്രട്ട് ഞാനിവിടെ പരസ്യമായി ഇടുന്നു. അതിനിടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ടെമൂന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു സംഭവമാണ് റാബിറ്റിൻ്റെ മോൾഡ്. ഞാൻ കുട്ടൂന് വേണ്ടി ചുമ്മാ ഓർഡർ ചെയ്തതാണ്. പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഹെയർ ആക്സസറീസും അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചായ ഉണ്ടാക്കുന്ന മറ്റേ ഗ്ലാസിൻ്റെ ജഗ്ഗില്ലേ, അതെല്ലാം എന്താ പറയുക, ആ ഐറ്റംസൊക്കെ ഞാൻ വീണ്ടും ചെറിയ ഒരു കൊച്ചു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നല്ല കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കുട്ടീസെല്ലാം ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അവർ നല്ല അടിപൊളിയായി എൻജോയ് ചെയ്യാണ്. ആക്ച്വലി ഇവർ ഇപ്പോൾ നമ്മൾ അബുദാബിയിലേക്ക് ഷിഫ്റ്റായ പിന്നെ ഇവർക്ക് അങ്ങനെ കൂടാനായിട്ട് അധികം സമയം കിട്ടാറില്ല. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ മോൾഡ്. ഇത് കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ, നല്ല ക്യൂട്ടായിട്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കൊച്ചു മോൾഡാണ്. ഇതുപോലെ കുറേ മോൾഡ്സൊക്കെ ഞാൻ ടെമൂല് കണ്ടിട്ടുണ്ടായി. ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ ഞാൻ പറഞ്ഞ പോലെ സരിതേച്ചിയുടെ വീട്ടിലേക്ക് പോയി അവരെ പിക്ക് ചെയ്യാനായിട്ട്. ഹായ്, ഹലോ, വണക്കം. മോർ ഫോർ ചാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ അർജുൻ പറഞ്ഞ പോലെ അർജുൻ തിരിച്ചു വന്നിരിക്കുന്നു. അതെ, ഐ ആം ബാക്ക്, ഐ ആം റിട്ടേൺ ഓഫ് ദി അർജുൻ. അപ്പോൾ അർജുൻ്റെ കൂടെ എൻ്റെ കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര ഐസാ. അപ്പോൾ ശ്രീകുട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അർജുന് വേണ്ടി എന്തോ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നുള്ളത് ഇതൊക്കെ എഡിറ്റിൽ പോകുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസമാണ്. അപ്പോൾ കുട്ടു, കുഞ്ഞൻ എല്ലാവരും കൂടെ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. നമുക്ക് വൈകിക്കാതെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങാം. സോ വെൽക്കം ടു അവർ ചാനൽ. മോർ ഫോർ ചാൻസ്.
സോ ഞങ്ങൾ അങ്ങനെ കാറിൽ കയറി ഇതാ സിബിച്ചേട്ടൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സോ വഴിയിൽ കണ്ട ഒരു കൊച്ചു കാഴ്ചയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇത് വില്ലയുടെ മുന്നിൽ ഒരു കൊച്ചു അറേഞ്ച്മെൻ്റ് ആണ്. നല്ല രസമില്ലേ, ഒരു കുട്ടി കാറൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ് കേട്ടോ. ഇതാ നമ്മൾ സിബിച്ചേട്ടൻ്റെ വീട്ടിലെത്താറായി. ഇപ്പോൾ ഒരു ഗസ്റ്റിനെ എടുക്കാൻ വന്നിരിക്കുകയാണ്. സോ ആരാണ് ചേച്ചി നമ്മുടെ ഗസ്റ്റ്? പറയൂ. അർജുൻ നമ്മുടെ ഗസ്റ്റ് മറ്റാരുമല്ല, ഗസ്റ്റ് ഒന്നല്ല, നമ്മുടെ ചേട്ടനാണ്. എൻ്റെ വലിയച്ഛൻ്റെ മോനാണ് കേട്ടോ സിബിച്ചേട്ടൻ. അപ്പോൾ സിബിച്ചേട്ടൻ്റെ വൈഫും ദേവുട്ടി ഇതാ നമ്മൾ അവിടെ എത്തി. അപ്പോൾ ചേച്ചി അപ്പോഴേക്കും ചായയും ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദേവുട്ടി ഇതാ ഇന്ന് ലാൻഡായതേ ഉള്ളൂ കേട്ടോ, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. സോ ദേവുട്ടി ഉറങ്ങി എണീറ്റ് നമ്മുടെ കൂടെ നേരെ കറങ്ങാൻ വരികയാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ സരിതേച്ചി. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. സോ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് മറീന മാളിലേക്കാണ്. അപ്പോൾ മറീന മാളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യാർട്ട് റൈഡും അതേപോലെ തന്നെ എമിറേറ്റ്സ് പാലസും ഒക്കെ പോകാനായിട്ടുള്ള പ്ലാനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇപ്പോൾ നിങ്ങൾ ദൂരെ കാണുന്നില്ലേ തബ്രീത്ത്, അവിടെയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. വൺ ഓഫ് ദ സൈറ്റാണത്. അപ്പോൾ ഇന്നലെ ഇവരുടെ ആനുവൽ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ദാ ദൂരെ കാണുന്ന ആ ഹോട്ടലിലാണ് കേട്ടോ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകൾ അല്ലേ. എന്തായാലും UAE എന്ന് പറയുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി അബുദാബി സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. വെൻ വി കമ്പയർ ടു ദുബായ് ആൻഡ് ഓൾ, ഇറ്റ് ഈസ് എ ക്വയറ്റ് സിറ്റി. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, പക്ഷേ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വൈബാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത് ചേച്ചി പറയൂ. കമാൺ. ഇവിടെ എനിക്കറിയില്ല അല്ലേ, സത്യം പറ. കണ്ണട വെക്കാത്ത അത് ക്ലിയർ ആയിട്ട് കാണിക്കും. സോ നമ്മളിപ്പോൾ ഉള്ളത് മറീന മാളിലാണ്. അപ്പോൾ മറീന മാളിൽ ഇവിടെ അടുത്ത് അബുദാബി വ്യൂ പോയിന്റും എമിറേറ്റ്സ് പാലസും അതേപോലെ തന്നെ ബോട്ട് റൈഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോ ഇതെല്ലാം ഞങ്ങൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ പോവുകയാണ്. സോ നിങ്ങളെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ് വ്യൂ പോയിന്റ് കാഴ്ചകളിലേക്ക്. സോ ഞങ്ങളുടെ കാഴ്ചകൾ കാണാൻ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ചാനൽ മോർഫോ ചാംസ്. സോ ഇതാണ് കേട്ടോ അബുദാബി മറീന മോൾ. ഞാനും ആദ്യമായിട്ടാണ് ഈ മറീന മോളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും കൂടെ അകത്തേക്ക് കടക്കാട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഒരു സീസണിൽ UAE നമുക്ക് നൽകുന്നത്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇത് ക്രിസ്മസ് സീസൺ അല്ലേ. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമ്മുടെ മോൾസ് എല്ലാം നല്ല ഭംഗിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ക്രിസ്മസ് ഡെക്കേഴ്സും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പലതരം ഡെക്കേഴ്സായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. സോ പൊതുവേ ഇപ്പോഴത്തെ ഈ ടൈമിൽ ഇവിടേക്ക് വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല അധികം കാഴ്ചകളും വിൻ്റർ ഫെസ്റ്റും അതുപോലെ തന്നെ ക്രിസ്മസ് ഈവ്സും ഒക്കെ കാണാൻ കഴിയും. പിന്നെ വേറെ ഒന്നും പറയാനില്ല, ഈ വെതറും നമുക്ക് ഒത്ത നല്ല ഒരു കൂൾ വെതർ ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊക്കെ കറങ്ങാനും പുറത്തെ കാഴ്ചകളും കാണാനും ആയിട്ട് ഈ ഒരു ടൈമാണെങ്കിൽ എല്ലാവർക്കും നല്ല സൗകര്യമായിരിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. സോ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ. നല്ല ഭംഗിയിൽ ക്രിസ്മസ് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഈ മോള് നല്ല സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്മസ് ട്രീ അതുപോലെ തന്നെ വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ ആയിട്ട് മാള് അടിപൊളിയായിട്ട് തന്നെ ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. Wow, big Christmas tree. മമ്മി ഇത് നല്ല ട്രീ ആണല്ലോ. സോ അർജുൻ എന്തെങ്കിലും പറയാനുണ്ടോ? സോ നമ്മളിപ്പോൾ മാള് ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ദുബായിൽ നിന്ന് ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ആൾക്കാർ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കമ്പാരിറ്റീവ്ലി ദുബായ് മാളിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി.
സോ തിരക്കൊക്കെ കുറഞ്ഞ് ഇങ്ങനത്തെ ഒരു വൈബ് ഇഷ്ടമുള്ളവർക്ക് അബുദാബി ഇഷ്ടപ്പെടും കേട്ടോ. അബുദാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കുറേ അധികം സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു സിറ്റിയാണ് അബുദാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മറീന മാളിലാണുള്ളത്. ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ഇതൊക്കെയാണ് നമ്മളിവിടെ കണ്ടത്. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. സോ അണ്ടിൽ ദാറ്റ് സ്റ്റേ ട്യൂൺ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് അറേഞ്ച്മെൻറ്റ്സും അതേപോലെ ഗിഫ്റ്റ് കുറേ എണ്ണം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. സോ ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. നിങ്ങൾ ആ നേരെ കാണുന്നില്ല ആ ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട്, അതാണ് ഇവിടുത്തെ ഫ്ലാഗ് വ്യൂ. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാനാണ് അടുത്ത പ്ലാൻ കേട്ടോ. പിന്നെ ഇവിടെ ഈ മോളിൻ്റെ പുറത്തുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളായിട്ട് തോന്നിയത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഫിഷിംഗ് സ്റ്റാച്യു ഒക്കെ ഇല്ലേ, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ കുറച്ച് വ്യൂസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഈ കാണുന്നില്ലേ ഫിഷിങ്ങിൻ്റെ ഒരു സ്റ്റാച്യു, ലൈക്ക് ചൂണ്ടയിട്ട് മീനെ പിടിക്കുന്ന പോലത്തെ നല്ല ഭംഗിയായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ദാ നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ വഴി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് യാർഡ് വ്യൂസ്. ഇവിടെ കുറേ അധികം യാർഡ്സും ബോട്ട്സൊക്കെ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാഴ്ചകൾ കാണാം. ആക്ച്വലി അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ റേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ഹാപ്പി ഹോളിഡേ. ഞാനും മറ്റേ സോ ഞങ്ങളിപ്പോൾ ഉള്ളത് മറീന മാളിൻ്റെ ഓപ്പോസിറ്റിലുള്ള ഹസ്സ സ്പെഷ്യാലിറ്റി കഫേയുടെ ഒക്കെ അടുത്തായിട്ട്. ഇവിടെ യാച്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാം ബോട്ട് റൈഡ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ ബോട്ട് റൈഡിനും ഇതിനൊക്കെ പോകണമെങ്കിൽ 350 dirhams ഒക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അറിയാം. ആക്ച്വലി ഞാനും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ക്ലാരിറ്റിയോട് കൂടി അറിയില്ല. നമുക്ക് എന്തായാലും അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ദാ നമ്മൾ നടന്ന് ഈ വഴി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ബോർഡ് കാണാം കേട്ടോ. ഈ ബോർഡിൽ നമുക്ക് കോൺടാക്ട്സ് ഉണ്ട്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ബോട്ട് റൈഡാണ് വേണ്ടത്, അതേപോലെ നമ്മൾ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് അവരെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ടൈപ്പ് ഓഫ് ബോട്ടിലാണ് കയറാൻ പറ്റുക, അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും എല്ലാം അവർ ഇൻഫർമേഷൻ തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പലതരം ബോട്ട്സ് ഉണ്ട്. പാർട്ടി ബോട്ട്സ് ഉണ്ട്, അതുപോലെ ഫാമിലി ബോട്ട്സ്, ബനാന ബോട്ട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടുത്തെ ബോട്ട്സിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ഇതിൽ പോയിട്ട് ഒരു ബോട്ട് ചൂസ് ചെയ്യണം. ആക്ച്വലി നമ്മളുള്ളത് ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മെമ്പേഴ്സാണ് വിത്ത് കിഡ്സ്. അപ്പോൾ 10 മെമ്പേഴ്സിന് നമ്മൾ ചൂസ് ചെയ്ത ബോട്ടിൽ അവർ കയറ്റത്തില്ല. അപ്പോൾ അതിലത്തെ ക്വാണ്ടിറ്റി അറ്റ്ലീസ്റ്റ് 12 മെമ്പേഴ്സ് വേണം.
കപ്പാസിറ്റി ഓഫ് ദ ബോട്ട് 15 മെമ്പേഴ്സാണ്. സോ നമുക്ക് ഈ യാച്ചൊക്കെ ബാലൻസ് ചെയ്യണമെങ്കിൽ ഇത്ര മെമ്പേഴ്സ് വേണമെന്നും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കണമെന്നും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന മെമ്പേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്ത ബോട്ട് അവർ കയറ്റത്തില്ല. എനി ഹൗസ് ഞങ്ങൾ കയറിയ യാട്ടിൽ 12 മെമ്പേഴ്സാണ് മിനിമം വേണ്ടത്. സോ ഞങ്ങൾ അവിടെ 2 പേരെയും കൂടെ അക്കമ്പനി ചെയ്തിട്ടാണ് നമ്മൾ യാട്ടിൽ കയറിയത്. ഫോർ 1 hour ഇറ്റ് കോസ്റ്റ് ലൈക്ക് 250 dirhams ആണ്. സോ നമ്മൾ ബോട്ടിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമുക്കവർ നല്ല മ്യൂസിക് വെച്ച് തരും, നമുക്കതിൽ ഡാൻസ് കളിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വേണമെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് സ്നാക്സൊക്കെ കഴിക്കാം. സോ 1 hour എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നന്നായി ചില്ലായിട്ട് പോരാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് രാത്രിയാണ്. നിങ്ങളൊരു സൺസെറ്റ് ടൈമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ആ ഒരു ഈവനിങ്ങിൽ കിട്ടുന്ന ഡേ ആൻഡ് നൈറ്റ് കാഴ്ചകളും കാണാൻ പറ്റും. നല്ല സംഭവമാണ്, നല്ല രസമായിട്ട് നമുക്കിരുന്ന് എൻജോയ് ചെയ്യാം ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ. ഞങ്ങൾ പിന്നെ ബോട്ടിൻ്റെ ഞാനും ദേവുട്ടിയും ആദ്യം തന്നെ കയറിയിട്ട് നോസിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ കടൽക്കാറ്റൊക്കെ കൊണ്ട് ലൈറ്റ്സും വ്യൂസും ഒക്കെ കണ്ടിട്ട് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ വ്യൂ എവിടേക്കാ കൊണ്ടുപോണ? ശരിക്കും നമ്മള് ഇത്തിരി കൂടെ നേരത്തെ വരണല്ലേ? ലൈറ്റ് സൺസെറ്റ് ആ ടൈമിലൊക്കെ വരണം. സൺസെറ്റിന്റെ സമയത്ത് വന്നിട്ട് കാണണം. Yes. അർജുൻ അവിടെ പേടിച്ചിരിക്കാണോ? വാവ്, എന്ത് രസമാണല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ആ യാട്ട് നോക്കിയേ, നല്ല ഫുൾ ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയല്ലേ. ആ കാണുന്നതാണ് ഫ്ലാഗ് പോയിൻറ്റ്. ഇവിടെ കണ്ടില്ലേ ഈ യാട്ട്. നമുക്ക് ഇങ്ങനത്തെ യാട്ട്സൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റെൻറ്റൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബർത്ത്ഡേസൊക്കെ വരുമ്പോൾ നമുക്ക് പാർട്ടീസൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് കിടുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ യാട്ട്സും ഇതുപോലത്തെ സിറ്റി വ്യൂസും ലൈറ്റ്സും മൂൺ ലൈറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ പാട്ടൊക്കെ വെച്ച് അടിപൊളി ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളിങ്ങനെ യാട്ടിൻ്റെ നോസും ഇരിക്കുകയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ യാറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരു സ്ഥലത്ത് പോയിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ മാറി 2 പേരായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 2 or 3 മെമ്പേഴ്സ് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിൽ കുറച്ച് പേര് വേണം. അങ്ങനെയാണ് അവർ യാട്ട് ബാലൻസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വിങ് ആയിട്ട് ഇതാവാനായിട്ട് ചാൻസസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരും അങ്ങനെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമാണ് അവിടെ ഇരുന്ന് കാഴ്ച കാണാനും ആ കടൽക്കാറ്റും അതുപോലെ ആ ലൈറ്റ് വ്യൂസൊക്കെ ആസ്വദിക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടു, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ.
ഇതാ പിന്നെ 1 hour ഉണ്ടല്ലോ നമ്മുടെ ആർട്ട് ഷോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ കലാപരിപാടി നമ്മൾ ചെയ്തു കേട്ടോ. ലൈക്ക് നമ്മൾ കുറച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചു. നമ്മുടെ എന്താ പറയുക, യാത്ര റൈഡ് അടിപൊളിയാക്കി എന്ന് തന്നെ പറയാം. ഞങ്ങൾ ബ്ലൂടൂത്തൊക്കെ ഓൺ ചെയ്ത് തരും അവർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെക്കാം. നമുക്ക് അങ്ങനെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് ഡാൻസ് കളിക്കാം. വേണമെങ്കിൽ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുപോയി അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. നമുക്ക് ഈ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ഇപ്പോൾ 1 hour ഞങ്ങൾ എടുത്തത്. അത് നമുക്ക് അവേഴ്സ് കൂട്ടിയും എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡും സ്നാക്കും ഒക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം കേട്ടോ. ഇത് വിൻ്റർ ആയതുകൊണ്ട് ഇത് ബെസ്റ്റ് ടൈം തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സോ അങ്ങനെയൊക്കെ വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടുഗദർ ഫ്രണ്ട്സായിട്ട് പോകാനും നല്ല രസമാണ്. ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി സംഭവമാണെന്ന് തന്നെ പറയാം. അങ്ങനെ എന്താ പറയുക, പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നമുക്ക് 1 hourന് 250 dirhams ആണ്. സോ നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് അവർ പോയിൻറ്റ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ഈ 1 hourൽ എവിടെ പറ്റും എന്നുണ്ടെങ്കിൽ അവിടേക്ക് അവരങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് വീണ്ടും തിരിച്ച് നമ്മുടെ പ്ലേസിൽ തന്നെ പോയിന്റിൽ കൊണ്ടുവിടും. അങ്ങനെയാണ് സംഭവം. 1 or 2 hour നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും പ്രൈസ്. പിന്നെ അവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് യാർട്സ് ഉണ്ട്, നേരത്തെ കാണിച്ചു തന്ന സംഭവങ്ങൾ. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇറങ്ങാറായപ്പോൾ അവിടുത്തെ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ വരുന്നപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ, ഇങ്ങനെ കൂടെ ഇരുന്നിട്ട്. അങ്ങനെ തന്നെ നമ്മളിങ്ങി എത്താറായി ഗൈസ്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങി ഇറങ്ങാറായി. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, വാവ് നല്ല രസമുണ്ട് അല്ലേ ഈ വെള്ളം ഒഴുകുന്നതൊക്കെ കാണാനായിട്ട്. ആ ഒരു ലൈറ്റിൻ്റെ ഇതിൽ അതിൻ്റെ ഷെയ്ഡ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഞാൻ. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ഓർ കമൻറ്റ് ബിലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് കണ്ടില്ലേ, അമ്മയും മോളും കൂടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അങ്ങനെ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻസ് വല്ലതും ഉണ്ടെങ്കിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കണ്ടൻസൊക്കെ ഇടാം. So please stay tuned with our channel Morpho Champs. And ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഫണ്ണും എൻജോയ്മെൻറ്റും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ദിസ് ഈസ് ശ്രീദേവി സൈനിങ് ഓഫ് വിത്ത് യുവർ ഫേവറേറ്റ് ചാനൽ Morpho Champs. പെട്ടെന്ന് വണ്ടി നിർത്തുമ്പോ വീണ്ട പൈസ കൊടുക്കണം, വെറുതെ എല്ലാവരും കൊണ്ടുപോകും. ചോദിച്ചോട്ടെ ഞാൻ എന്ത്? സോ ഞങ്ങൾ അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിട്ടോ. സോ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ ആണ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. സോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. കമോൺ ഗൈസ്, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചാലോ ഇനി. അങ്ങനെ നമ്മൾ തിരിച്ച് പോകും വഴിയിൽ ഞാൻ കണ്ടതാണ് ആ ഡ്രസ്സ് കണ്ടില്ലേ, അത് ഗോൾഡാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ തിരിച്ചു പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണത്. അപ്പോൾ മറക്കണ്ട ഗൈസ്, പ്ലീസ് ബി tuned with our channel. Stay tuned with our channel Morpho Champs.
അങ്ങനെ നമ്മുടെ യാത്ര റൈഡും അതുപോലെ തന്നെ മറീന മാളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇനി ഞങ്ങളുടെ യാത്ര വീട്ടിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയുന്നു ഗൈസ്. സോ നമ്മളിങ്ങനെ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് സിബിച്ചേട്ടൻ വന്ന് ദേവൂസിനെയും സരിതേച്ചിനെയും പിക്ക് ചെയ്ത് അവിടേക്ക് പോവും, വീട്ടിലേക്ക് പോവും. അതാ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഗ്രിൽ ചിക്കനും ആ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു കൊച്ചു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. സോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഇനിയും നല്ല നല്ല കൊച്ചു ഫൺ യാത്രകളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ മോർഫോ ചാംസ്.